സെലിഗ്വരിൻ സ്തനാർബുദം ബാധിച്ച് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്ന ആ സമയത്ത് അതിൻ്റെ ഗൗരവാവസ്ഥ കൊച്ചുരേസിക്കും സെലിനും മനസ്സിലായിരുന്നില്ല. എന്ത് കിട്ടിയാലും അത് അമ്മയ്ക്ക് കൊടുക്കണമെന്ന് രണ്ടുപേരും ചിന്തയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു സംഭവം കുറിച്ച് കൊച്ചുരേസ്യ വിവരിക്കുന്നു. കുട്ടികൾ ഒന്നിച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഓർമ്മ ഞങ്ങളെ അനുഗമിച്ചിരുന്നു. ഒരിക്കൽ സെലിൻ ചേച്ചിക്ക് ഒരു നല്ല ആപ്രിക്കോട്ട് പഴം കിട്ടിയപ്പോൾ ചേച്ചി എൻ്റെ ചെവിയിൽ പറഞ്ഞു, നമ്മൾ ഇത് തിന്നരുത്, ഞാനിത് അമ്മച്ചിക്ക് കൊടുക്കും. പക്ഷേ അപ്പോഴേക്കും ആ സാധു അമ്മച്ചിയുടെ രോഗനില ഗുരുതരമായി കഴിഞ്ഞിരുന്നു. ഭൂമിയിലെ പഴങ്ങളൊന്നുമല്ല അമ്മച്ചിക്ക് പിന്നെ വേണ്ടിയിരുന്നത്. സ്വർഗത്തിൽ ദൈവമഹത്വം അനുഭവിക്കുവാനും യേശുവിനോടൊത്ത് അഗ്രാഹ്യമായ മുന്തിരിച്ചാറ് ആസ്വദിക്കുവാനുമായിരുന്നു അമ്മച്ചിയുടെ ആകാംക്ഷ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃകയുടെ പ്രകാശധാരണയിൽ അലൻസോണിലെ ആ ഭവനം പ്രശോഭിതമായിരുന്നു. തെരേസ ഒരിക്കൽ എഴുതി, എൻ്റെ ദൃഷ്ടിയിൽ ഉത്തമ ദൃഷ്ടാന്തമല്ലാതെ മറ്റൊന്നും പതിച്ചിരുന്നില്ല. അതിനാൽ സ്വാഭാവികമായി തന്നെ അത് അനുകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.